ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദുബായിലേക്ക് ജോബ് ഓഫർ സൈൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഈ വീഡിയോയിൽ എംപ്ലോയ്മെന്റ് വിസയെ പറ്റിയിട്ടുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. നിങ്ങളെ ഒരു റോളിന് ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എംപ്ലോയർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് എംപ്ലോയ്മെന്റ് വിസ എടുക്കുക എന്നുള്ളത്. എംപ്ലോയ്മെന്റ് വിസ ഇല്ലാതെ നിങ്ങൾക്ക് ലീഗലി ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് ഈ വിസയുടെ കോസ്റ്റ് ആര് കവർ ചെയ്യും എന്നുള്ളത്. ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ എംപ്ലോയർ കവർ ചെയ്യേണ്ട ഒരു കോസ്റ്റ് ആണ്. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ ഏർണിംഗ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് അല്ല. വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും ഒരു ട്രയൽ ബേസിസിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല. നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അറൈവലിന് മുന്നേ തന്നെ വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് നിങ്ങൾക്ക് തന്നെയുള്ള ഒരു റീഅഷ്വറൻസ് ആണ് ദാറ്റ് യുവർ റെസിഡൻസി ഈസ് അണ്ടർ പ്രോസസ് ആൻഡ് യുവർ എംപ്ലോയ്മെന്റ് ഇസ് സെക്യൂർഡ്. ഇതില്ലാതെ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടാൻ ഒരുപാട് മാസങ്ങൾ എടുത്തേക്കാം. അതല്ല, വിചാരിച്ച പോലെ ഈ ജോലി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഒരു മേജർ റിസ്ക്കുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമിറേറ്റ്സ് ഐ ഡി ഇസ് എവറിത്തിങ്. ബീറ്റ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ്, യുവർ ബാങ്ക് അക്കൗണ്ട്സ്, ടെനൻസി കോൺട്രാക്ട്, അതല്ല റിയൽ എസ്റ്റേറ്റിൽ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ ലൈസൻസ്, ഇതെല്ലാത്തിനും എമിറേറ്റ്സ് ഐ ഡി ഇസ് എ മസ്റ്റ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വീട്ടിൽ സെറ്റിൽ ആവാം, നിങ്ങളുടെ റോളിൽ സക്സസ്ഫുൾ ആവാനും ശ്രമിക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ എക്സാമിനേഷൻ. നിങ്ങൾ ഈ വർക്കിന് ഫിറ്റ് ആണോ എന്നറിയാൻ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് എ ബ്ലഡ് എക്സാമിനേഷൻ, ചെസ്റ്റ് എക്സ്റേ ആൻഡ് ബയോമെട്രിക്സ്. ഇതൊരു അപ്പോയിന്റ്മെന്റ് ബേസിസിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ യു ഹാവ് ടു ബി ഫിസിക്കലി പ്രസന്റ് ഇൻ ദുബായ്. വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യം വന്നേക്കാം. സോ എല്ലാ ഡോക്യുമെന്റ്സും ഓൺ ടൈം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ പ്രോസസ്സിൽ അധികം ഡിലേസ് വരുത്താതിരിക്കാം. ലാസ്റ്റ് തിങ് ഇസ് അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് ദ വിസ. എത്ര കാലം ഈ വിസ വാലിഡ് ആയിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ഒരു വിസയുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. നിങ്ങൾ ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആ റോളിൽ റീറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ എംപ്ലോയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ വിസ റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.